ഒരു വേട്ടാവളിയും വരും. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ വിശ്വാസമുള്ളിടത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അത് മനസ്സിന് നല്ല ധൈര്യം കൂട്ടും. അതേപോലെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. നമുക്ക് നല്ല ചിന്തകൾ വരും. നമുക്ക് എപ്പോഴും നല്ല ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. പിടുത്തമിട്ട് സ്പീഡിലാണ് പോണത്. ഒരു നെക്കില്ലാകാനുമില്ല. ശരിക്കും പറഞ്ഞു വെച്ചാൽ തോന്നിയ മാതിരിയാ. അവിടെ ഉണ്ടോ? കോഴിക്കോടുണ്ടോ ഇതേമാതിരി ട്രാഫിക്കിൽ ഇങ്ങനെ ആൾക്കാർ ചിലവരുള്ളൂ അല്ലേ? പക്ഷെ അവിടെ പേടിയാണ് അധികം അല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പേടിയില്ല. ഇവിടെ ഏറ്റവും വലുത് ഞാനാന്ന് പറഞ്ഞിട്ടുള്ള പോക്കാ. ഇപ്പൊ ഞായറാഴ്ചയായിട്ട് വലിയതില്ല. എന്നൊക്കെ കുറെ ശ്രദ്ധിച്ചു കൊടുത്താൽ കുറെ അപകടം കുറയും. അതെ അതെ. അപ്പോ നമസ്കാരമുണ്ട്. ഇന്ന് തിരക്കൊന്നുമില്ല കേട്ടോ നഗരത്തില്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുമില്ല. അത് നാട്ടിലത്തെ വീടുകൾക്കിടെ ഇല്ല തിരക്ക്. അവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല. പക്ഷെ പിന്നെ എവിടേക്ക് പോകണു? വണ്ടിയിലാച്ചാൽ ഡ്രൈവറുണ്ട്, ഒരു കണ്ടക്ടറുണ്ട്. ലോറിയിലാച്ചാലോ ഒരു ഡ്രൈവർ മാത്രമുണ്ട്. പിന്നെ വരുന്നത് പോണതൊക്കെ കാറുകളിലാണ് അധികം പോണത്. ബസ്സിൽ വെറുതെയാണ്. കാരണം ഇതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വരുന്നതാണ്. ഒറ്റപ്പാലം, ചെർപ്പശ്ശേരി, പട്ടാമ്പി, അങ്ങനെ കുറേ ദൂരത്തുനിന്ന് വരുന്ന ബസ്സുകളാണ് ഉള്ളത് അധികം. അതിലൊന്നും ഒരാളുമില്ല. വിജനമായ റോഡ്. ശരിക്കും പറഞ്ഞാൽ ഹർത്താലിൻ്റെ തുടക്കമാണോ തോന്നും ഈ ഞായറാഴ്ച കണ്ടു കഴിഞ്ഞാൽ. എന്താ അങ്ങനെയൊക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ ആയാൽ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഓണത്തിനൊക്കെ എന്താ ചെയ്യുക? ഓണത്തിന് റോഡിലൂടെ വണ്ടി ഓടില്ലാന്നൊക്കെ സംശയം. എവിടേക്കാണ് പോകണം ചങ്ങായി? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മണ്ണാർക്കാടിൻ്റെ ഓരോ കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് ആശുപത്രിപ്പടിയിൽ നിന്ന് കോടതിപ്പടി വരെ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ വല്ല ഓട്ടം കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഇല്ല, ഇന്ന് ഓട്ടം ഇല്ലെന്ന്. ഓട്ടം ഇന്ന് കമ്മിയാണെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ പിന്നെ ഓൺലൈനിൽ വണ്ടിക്ക് ടെസ്റ്റ് കിട്ടാൻ ഓൺലൈനിൽ വഴി ബുക്ക് ചെയ്യണത്രേ. ബുക്ക് ചെയ്താലാണ് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്യണം. അത് ഒരു ദിവസം 40 വണ്ടിക്കാണ് ടോക്കൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വണ്ടിക്കാർക്ക് പെയിൻ്റ് അടിക്കാനും ടെസ്റ്റ് നിർത്താനും അങ്ങനെ വർക്കുകൾ ചെയ്യാനൊന്നും ചിലപ്പോൾ അത് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ടോക്കണിൻ്റെ കാര്യത്തിലും ഇത് പിന്നെ നല്ലൊരു രീതിയല്ല എന്നാണ് ഞാൻ പറയണത്. അതിൻ്റെ വശങ്ങൾ നിങ്ങൾ തിരിച്ചും മറിച്ചും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങളൊന്ന് പിന്നെ ഇതൊന്ന് കൺഫേം ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും. ഇവിടെ പിന്നെ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാലോ. ഇപ്പോൾ പിന്നെ നമ്മുടെ വണ്ടിയല്ലേ, KSRTC ചേട്ടൻ. ഇതാണോ ഞാൻ പറഞ്ഞ അന്ന് ഈ മൂട് കൊണ്ടൊരു അടിയുണ്ട് അവർ. കാരണം ഡ്രൈവർക്ക് അത് അറിയാം. അതിപ്പോൾ ഏതൊരു ഡ്രൈവർക്കും ആ വാഹനത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കിയിട്ടാവും ആ വണ്ടി അവനെടുക്കുക. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾ പോയിന്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഏതൊരു വണ്ടിയാണല്ലോ ആ വണ്ടിയുടെ നീളവും വീതിയും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരം തിരക്കിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരവും അതിൻ്റെ തൂക്കവും അതിൻ്റെ നീളം ഇതൊക്കെ അറിയണം. നിങ്ങൾക്ക് വീതിയൊക്കെ അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് റോഡിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം കൊണ്ടുപോകുമ്പോൾ KSRTCയുടെ മുന്നിൽ ബസ്സിൻ്റെ പിന്നിലൊന്നും ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് അപകടം ഉണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ
ഇതാണ് ഇപ്പം ഇന്നത്തെ കോടതിപ്പടിയുടെ ചന്തം. ശരിക്കും പറഞ്ഞാൽ മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കണം. മഴ ഇങ്ങനെ ചാറാനുള്ള തയ്യാറെടുപ്പിലാണ് ശരിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും പിന്നെ ഈ ഞായറാഴ്ച ഒന്ന് എൻജോയ് ചെയ്യുക പരമാവധി. നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യണം. പിന്നെ ഈ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് മൊബൈലാണിത്. അപ്പോൾ ഇവയും കൂടി ഒന്ന് നമ്മൾ പരിഗണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാതെ പോവുക, അത്ര തന്നെ. തോന്നിയ മാതിരി പോയി കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തെറ്റെന്താണെന്ന് അവർ വിശദമായിട്ട് അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം അവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ട് വാഹനം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് നോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളെ തെറ്റുകളതിൽ മാറും. നിങ്ങളെ തെറ്റുകളെ ഇന്ന് പൂർണ്ണമായിട്ടും ഭേദമാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.